നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഈ ഷാഫി പറമ്പിലാണ് എൻ്റെ മെന്റർ എന്ന നിലയിലും ഞാൻ ആണ് പാലക്കാട് മത്സരിക്കുന്നത്, ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി, നിങ്ങൾ ഇയാൾക്ക് വോട്ട് ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് വോട്ട് ചെയ്യുന്നത്, എനിക്ക് 100% ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് പാലക്കാട് സ്ഥാനാർത്ഥിയായി കൊണ്ടുവരികയും അയാളെ എല്ലാ വെള്ളവും വളവും കൊടുത്ത് വളർത്തിയെന്ന് മാത്രമല്ല അയാളുടെ കുപ്പായം വരെ ഇടിയിച്ചു കൊടുത്തത് ഈ പറയുന്ന ഷാഫി പറമ്പിലാണെന്ന് എല്ലാവർക്കും അറിയാം. അത് പല പല ഇന്റർവ്യൂവിലും ഇപ്പൊ തന്നെ അത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ മെന്ററാണ്, എൻ്റെ എല്ലാമാണ്, എൻ്റെ ജ്യേഷ്ഠനാണ്, രാഷ്ട്രീയത്തിന് അതീതമായ ബന്ധമാണ്, ഞാൻ എന്ത് ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് പറയും എന്നെല്ലാമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ പോലും ആ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ അദ്ദേഹം അറിഞ്ഞിരുന്നു എന്ന എൻ്റെ ബോധ്യം അവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത്തരത്തിലുള്ള ആരോപണങ്ങൾ അവിടെ നിൽക്കട്ടെ, അതാരും മുഖവിലേക്ക് എടുക്കണ്ട. അതിപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള അദ്ദേഹം അതിനെ നിഷേധിച്ചേക്കും. പക്ഷെ ഈ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ടല്ലോ, ആ ഓഡിയോ ലാല് കേട്ടിട്ടുണ്ടല്ലോ. അപ്പുറത്ത് ഈ ചർച്ചയിൽ ഇരിക്കുന്നയാളും ഈ കേരളത്തിലെ മുഴുവൻ മലയാളം മനസ്സിലാകുന്ന എല്ലാവരും, പിന്നെ ചെവി കേൾക്കുന്ന എല്ലാവരും ആ ഓഡിയോ കേട്ടിട്ടുണ്ടല്ലോ. റിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പുറത്തു വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചു, ആ പെൺകുട്ടി നിഷേധിച്ചു, ആ പെൺകുട്ടി അവരോട് തിരിച്ച് വളരെ ശാഠ്യത്തോടെ സംസാരിച്ചു, പിന്നെ തിരിച്ച് ശകാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഈ വർഷം ഫെബ്രുവരിയിൽ വീണ്ടും മെസ്സേജ് അയച്ചു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. അത് മാത്രമല്ല, ഞാൻ നിന്നെ ചാടി ചവിട്ടും എന്ന് പറയുന്ന ഓഡിയോ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഒരുപാട് ആളുകളുടെ പരാതികൾ AICC-യുടെ മുമ്പിലും KPCC-യുടെ മുമ്പിലും ഒക്കെ വന്നു എന്നാണല്ലോ പറയുന്നത്. മാത്രമല്ല ഈ ചാനലുകളിലൊക്കെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളും അതിന്റെ ഓഡിയോയും ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളുകളുടെ കാര്യങ്ങൾ ഞാൻ കേട്ടതും എൻ്റെ മുമ്പിലുണ്ട്. എനിക്കതിപ്പോ പറയാൻ കഴിയില്ല. ആ പെൺകുട്ടികൾ തന്നെ അത് പിന്നീട് ഒരിക്കൽ വന്ന് പറയുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇതെല്ലാം കേട്ടതിന് ശേഷവും ഏതെങ്കിലും തരത്തിലൊരു ഞെട്ടൽ രേഖപ്പെടുത്താൻ ഈ ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ ഷാഫി പറമ്പിന് ഇതെല്ലാം അറിയാമായിരുന്നു എന്ന ആക്ഷേപത്തിന് പോലും ഒരു മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എനിക്കിത് അറിയില്ലായിരുന്നു, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ആളുകളെ മനസ്സിലാക്കുന്ന കാര്യം തെറ്റുപറ്റിപ്പോയി എന്ന തരത്തിൽ ഇരയോടൊപ്പം നിൽക്കുന്നു എന്ന ഒരു തോന്നൽ ഉണ്ടാക്കാൻ പോലും ഈ പറയുന്ന ഷാഫി പറമ്പിൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ അദ്ദേഹം ഇതെല്ലാം അറിഞ്ഞിരുന്നു എന്ന വാദത്തെ യെസ്. നമ്മൾ തൽക്കാലം മാറ്റിവെച്ചാൽ പോലും അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നു. ഇപ്പൊ പാലക്കാട് യോഗം ചേർന്ന് അയാളെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു. അയാൾ എപ്പോൾ വരണമെന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. അയാൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ എപ്പോൾ വരണമെന്ന് അയാൾ തന്നെ തീരുമാനിക്കും എന്ന് പ്രതികരിക്കുന്നു. അതല്ലാതെ എൻ്റെ പാലക്കാട് 10-15 കൊല്ലത്തോളം, 14 വർഷത്തോളം ഞാൻ പ്രതിനിധീകരിച്ച എൻ്റെ പാലക്കാട്ടെ ജനങ്ങളോട് എനിക്ക് പിന്നെ ഉത്തരവാദിത്തമുണ്ടെന്നോ അവരോട് ഞാൻ മാപ്പ് പറയുന്നു എന്നോ എനിക്ക് തെറ്റുപറ്റി എന്നോ പറയാൻ അയാൾ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല ഇയാളെ സംരക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം പോലെ ഏത് രാഹുലാണ് നയിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും രാഹുൽ ഗാന്ധി അല്ല ഇപ്പോൾ ഈ കേരളത്തിലെ കോൺഗ്രസിനെ, ചുരുങ്ങിയത് കേരളത്തിലെ പാർട്ടിയെങ്കിലും നയിക്കുന്നത് രാഹുൽ ഗാന്ധി അല്ല. അതെനിക്ക് സംശയം, അത് പിന്നെ ഈ പറയുന്ന പിന്നെ സൈക്കോപാത്ത് രാഹുലാണോ അതോ രാഹുൽ ഈശ്വറാണോ എന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ശരി, ഞാൻ വരാം. AK ഷാനിബ്,